ഹലോ എവ്രി വൺ, ഗോവൻ ട്രിപ്പിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗോഡ ഫോർട്ട് എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് കോപ്പർ ലീഫ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. കോപ്പർ ലീഫ് ഗോവയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ്. ഇവിടുന്ന് ഞങ്ങൾ കഴിച്ചത് തനത് ഗോവൻ പ്രോൺസ് താലിയാണ്. കേരളത്തിൽ നിന്ന് ചെല്ലുന്ന നമുക്ക് ഇതൊരു വ്യത്യസ്തമായ രുചി തന്നെയാണ്. കിങ് ഫിഷ് താലിയും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഗോവൻ ചെമ്മീൻ കറിയും ഇവിടുത്തെ ഒരു പ്രധാന വിഭവമാണ്. ഗോവൻ ജനതയുടെ ഭക്ഷണ രീതികളിൽ ഭൂരിഭാഗവും സമുദ്രവിഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. യാത്ര എന്ന വാക്ക് ഗോവ എന്ന സംസ്ഥാനത്തോട് അത്രമേൽ സ്നേഹത്തോടെ ചേർന്നിരിക്കും. അതിന് കാരണവുമുണ്ട്. അതറിയാൻ ഒറ്റത്തവണ ഈ കുഞ്ഞൻ സംസ്ഥാനം സന്ദർശിച്ചാൽ മതി. വലുപ്പത്തിൽ ചെറുതെങ്കിലും ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളുടെ കാര്യത്തിൽ വമ്പൻ സംഭവമാണ് ഗോവ. യാത്ര ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാൽ കണ്ണും കരളും നിറയ്ക്കും ഇന്ത്യയിലെ ഈ ഏറ്റവും ചെറിയ സംസ്ഥാനം. 14 ലക്ഷത്തോളമേ ഉള്ളൂ ഗോവയിലെ ജനസംഖ്യ. പക്ഷേ അതിനേക്കാളുമേറെ ടൂറിസ്റ്റുകൾ വരും ഓരോ വർഷവും ഗോവ കണ്ടു മടങ്ങാൻ. ഗോവയുടെ ഒരു ഭാഗം ബീച്ചുകളാൽ സമ്പന്നമാകുമ്പോൾ മറുഭാഗത്ത് ആത്മീയതയുടെ ശാന്തതയാണ് നോർത്ത് ഗോവ സമ്മാനിക്കുന്നത്. ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഓൾഡ് ഗോവയാണ് ഇതിന്റെ കേന്ദ്രം. പോർച്ചുഗീസുകാർ ഇവിടെ പണിതീർത്ത പള്ളികളിൽ പലതിനും ഇപ്പോഴും യാതൊരു കേടുപാടുകളുമില്ല. അഥവാ തകർന്നു പോയാൽ തന്നെ അവിടവും ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുന്നു സർക്കാർ. യുനെസ്കോയുടെ പൈതൃക പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സ്മാരകങ്ങൾ. ആത്മീയതയ്ക്ക് പോലും ടൂറിസം പരിവേഷം സമ്മാനിക്കും ഗോവ. അതിന്റെ ഒന്നാന്തരം തെളിവാണ് സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ പള്ളിയും സേ കത്തീഡ്രലും സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ബസിലിക്ക ബോം ജീസസുമെല്ലാം. നമ്മളിപ്പോൾ ആ സ്മാരകങ്ങൾ കാണാനാണ് പോകുന്നത്. ബോം ജീസസ് ബസിലിക്കയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നത് മണ്ടോവി നദിയുടെ തീരത്തുകൂടിയാണ്. ഗോവയുടെ ജീവനാഡി എന്നാണ് ഈ നദിയെ വിശേഷിപ്പിക്കുന്നത്. കർണാടകത്തിലെ ബെൽഗാം ജില്ലയിലെ ബീഗഡിൽ വെച്ച് 30 അരുവികൾ കൂടിച്ചേർന്നാണ് മണ്ടോവി നദി ജന്മമെടുക്കുന്നത്. ഈ നദി ഒഴുകുന്നത് മണ്ടോവി നദി ഗോവയിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെയാണ്. നദീതടത്തിലും പരിസരത്തിലും താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജലത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഉപജീവനത്തിന്റെയും പ്രധാന ഉറവിടമാണ് ഈ നദി. 77 കിലോമീറ്ററാണ് മണ്ടോവി നദിയുടെ ആകെ നീളം. ഇതിൽ 27 കിലോമീറ്റർ കർണാടകത്തിലും 52 കിലോമീറ്റർ ഗോവയിലൂടെയാണ് ഒഴുകുന്നത്.
ദേ ഈ കാണുന്നതാണ് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയായ ബോം ജീസസ് ബസിലിക്ക. ഇന്ത്യയിലെ തന്നെ ആദ്യകാല ബസിലിക്കകളിൽ ഒന്നാണ് ബോം ജീസസ് ബസിലിക്ക. ഉണ്ണിയേശു എന്നാണ് ബോം ജീസസ് എന്ന വാക്കിനർത്ഥം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. ബറോക്ക് ശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്യൻ വാസ്തുവിദ്യയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ ദേവാലയം. ഗോവ കരുതി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ് നൂറ്റാണ്ടുകളായിട്ട് മഴുകാത്ത സെന്റ് ഫ്രാൻസിസ് സേവ്യറിന്റെ ശരീരം. ആയിരത്തി 542 പോർച്ചുഗീസ് ഭരിച്ചിരുന്ന ഗോവയിലേക്ക് സുവിശേഷ പ്രഘോഷണാർത്ഥം സെന്റ് ഫ്രാൻസിസ് സേവ്യർ എത്തിച്ചേരുന്നത്. ഭാരതത്തിന്റെ ദ്വിതീയ അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ഡിസംബർ 3 ആഘോഷിക്കുന്നത്. പോർച്ചുഗീസ് മലാക്കയിലെ വിശുദ്ധ പൗലോസിന്റെ ദേവാലയത്തിലായിരുന്നു ഫ്രാൻസിസ് സേവ്യറിന്റെ മൃതദേഹം ആദ്യം അടക്കം ചെയ്തത്. പിന്നീട് അത് അവിടെ നിന്നും കപ്പൽ മാർഗം ഗോവയിൽ എത്തിക്കുകയായിരുന്നു. ഗോവയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയങ്ങളിൽ ഒന്നാണിത്. അമൂല്യ കല്ലുകൾ പതിച്ച് മാർബിൾ പാകിയതാണ് ദേവാലയ മന്ദിരത്തിന്റെ തറ. വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത അൽത്താരയും ഈ ദേവാലയത്തിനുണ്ട്.
ഈ കാണുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ അടക്കം ചെയ്തിരിക്കുന്ന പേടകം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പേടകം വെള്ളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗിയോവാനി ബാറ്റിസ്റ്റ ഫ്രോഗിനി എന്ന ശില്പിയാണ് ഫ്രാൻസിസ് സേവ്യറിന്റെ ശവകുടീരം രൂപകൽപ്പന ചെയ്തത്. 17-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഇത് 10 വർഷങ്ങൾക്ക് ശേഷമാണ് പൂർത്തിയായത്. 10 വർഷത്തിലൊരിക്കൽ വിശുദ്ധന്റെ അഴുകാത്ത ശരീരം വിശ്വാസികൾക്ക് വണങ്ങുവാനായിട്ട് തുറന്നു കൊടുക്കാറുണ്ട്. ഈ കാണുന്നതാണ് ഗോവയിലെ സേ കത്തീഡ്രൽ. ഈ ദേവാലയം വിശുദ്ധ കത്രീനയ്ക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയം സേ കത്തീഡ്രൽ ഓഫ് സാന്റ കത്രീന എന്നും അറിയപ്പെടുന്നുണ്ട്. ബോം ജീസസ് ബസിലിക്കയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്.
ഗോവയിലെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്നതാണ് ഗോവയിലെ പുരാവസ്തു മ്യൂസിയം. 1964 സ്ഥാപിതമായ ഈ 2 നിലയുള്ള മ്യൂസിയത്തിൽ ഗോവയുടെ സമ്പന്നമായ ഭൂതകാലത്തിന്റെ കൗതുകകരമായ കഥകൾ പറയുന്ന പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രദർശനത്തിനുള്ള വിവിധ ഇനങ്ങൾ 8 ഗാലറികളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൊളോണിയൽ ഗോവയിലെ ഗവർണർമാരുടെയും വൈസ്രോയിമാരുടെയും 60ഓളം ഛായാചിത്രങ്ങൾ ഇവിടുത്തെ പ്രദർശനത്തിലെ മുഖ്യ ഇനമാണ്. മ്യൂസിയത്തിനകത്ത് നമുക്ക് വീഡിയോഗ്രാഫി അനുവദനീയമല്ല. സേ കത്തീഡ്രലിന്റെ ഗോപുരത്തിൽ ഒരു വലിയ മണിയുണ്ട്. അത് ഗോൾഡൻ ബെൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പള്ളിക്ക് 250 അടി നീളവും 181 അടി വീതിയുമുണ്ട്. ബോം ജീസസ് ബസിലിക്കയും സേ കത്തീഡ്രലും പോലെയുള്ള പുരാതന നിർമ്മിതികളിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അനുവദനീയമല്ല. അതുകൊണ്ട് അവിടെയുള്ള മുഴുവൻ കാഴ്ചകളും ക്യാമറയിൽ പകർത്താൻ സാധിക്കുന്നതല്ല. ഗോവയിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം തന്നെ ഈ 2 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമയപരിമിതി മൂലം ചില കാഴ്ചകളിലേക്ക് പോകുവാൻ നമുക്ക് സാധിച്ചില്ല. അങ്ങനെ 2 ദിവസത്തെ ഗോവ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.